നമസ്കാരം. നടി പവിത്ര ഗൗഡയ്ക്കെതിരെ അശ്ലീല കമന്റുകൾ പ്രചരിപ്പിച്ച സംഭവത്തിൽ ആരാധകനായ രേണുകാസ്വാമിയെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ കേസിൽ മുഖ്യപ്രതികളായ നടൻ ദർശൻ തൂഗുദീപയെയും സംഘത്തെയും ക്രൈം സീൻ പുനഃസൃഷ്ടിക്കാൻ മൈസൂരിലെത്തിക്കും. അതേസമയം കേസുമായി ബന്ധപ്പെട്ട മറ്റൊരു നടന്റെ പേര് കൂടി ഉയർന്നു വന്നിട്ടുണ്ട്. കന്നഡയിലെ പ്രശസ്ത ഹാസ്യതാരം ചിക്കണ്ണെ പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുകയാണ്. ചിക്കണ്ണ കേസിൽ സാക്ഷിയായേക്കുമെന്നും വിവരമുണ്ട്. തിങ്കളാഴ്ച ചിക്കണ്ണെ പോലീസ് 1 മണിക്കൂർ ചോദ്യം ചെയ്തെന്ന് വാർത്താ ഏജൻസിയായ PTI റിപ്പോർട്ട് ചെയ്തു. ഈ മാസം ജൂൺ 8-ന് രേണുകാസ്വാമിയെ ദർശന്റെ ആരാധകർ പിടിച്ചുകൊണ്ടുവരുമ്പോൾ സൂപ്പർ താരത്തിനൊപ്പം ചിക്കണ്ണയും ഉണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ട്. രേണുകാസ്വാമിയെ മർദ്ദിക്കാനായി ഷെഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ ദർശനും ചിക്കണ്ണയും നഗരത്തിലെ പബ്ബിൽ ആഘോഷത്തിലായിരുന്നുവെന്ന് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തു. ഇവിടെ നിന്ന് രേണുകാസ്വാമിയെ മർദ്ദിച്ച് അവശനാക്കിയിട്ടിരുന്ന ഷെഡിലേക്കാണ് ദർശൻ പോയത്. ഇവിടെ നിന്ന് ദർശൻ തിരികെ പബ്ബിലേക്ക് തന്നെ പോയി. രേണുകാസ്വാമിയെ ഗോഡൌണിൽ പൂട്ടിയിട്ട ശേഷം പ്രതികൾ പബ്ബിൽ തിരിച്ചെത്തി തുടർ നടപടികൾ ആലോചിക്കുകയായിരുന്നുവെന്നാണ് പോലീസ് സംശയിക്കുന്നത്. കേസന്വേഷണത്തിന്റെ ഭാഗമായി ദർശനെയും ചിക്കണ്ണയെയും ഈ പബ്ബിലേക്ക് എത്തിച്ച് അന്നത്തെ സംഭവങ്ങൾ പുനരാവിഷ്കരിക്കാൻ പോലീസ് തീരുമാനിച്ചതായും അവർ റിപ്പോർട്ട് ചെയ്തു. ദർശന്റെ പങ്കാളിയായ പവിത്ര ഗൗഡയ്ക്ക് രേണുകാസ്വാമി ചില അശ്ലീല സന്ദേശങ്ങൾ സോഷ്യൽ മീഡിയ വഴി അയച്ചിരുന്നു. ഇത് 47-കാരനായ നടനെ പ്രകോപിപ്പിച്ചതായി പോലീസ് പറഞ്ഞു. ജൂൺ 8-ന് ഇയാളെ തട്ടിക്കൊണ്ടുപോവുകയും പിന്നീട് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുകയുമായിരുന്നു. 19 പേരെയാണ് കേസിൽ ഇതുവരെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ മാസം 8-നാണ് ചിത്രദുർഗ സ്വദേശിയായ രേണുകാസ്വാമി കൊല്ലപ്പെട്ടതെന്ന് പോലീസ് പറയുന്നു. 9-ന് കാമാക്ഷിപാളയത്തെ ഓടയിൽ നിന്ന് ഇയാളുടെ മൃതദേഹം കണ്ടെത്തി. രേണുകാസ്വാമിയെ കൊലപ്പെടുത്തുന്നതിന് മുൻപ് ക്രൂരമായി പീഡിപ്പിച്ചിരുന്നുവെന്ന് ഇന്നലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിരുന്നു. മാണ്ഡ്യയിൽ നിന്നുള്ള കേബിൾ തൊഴിലാളിയായ ധനരാജ് എന്ന പുതുതായി അറസ്റ്റിലായ പ്രതിയാണ് പീഡനത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ വെളിപ്പെടുത്തിയതെന്ന് പോലീസ് വൃത്തങ്ങൾ പറഞ്ഞു. മറ്റൊരു പ്രതിയായ നന്ദിഷ് ബംഗളൂരുവിലെ ഒരു ഗോഡൌണിലേക്ക് ധനരാജിനെ വിളിച്ചു വരുത്തി. അവിടെ രേണുകാസ്വാമിയെ ഷോക്കടിപ്പിക്കാൻ ഇലക്ട്രിക്കൽ മെഗർ ഉപയോഗിക്കാൻ പദ്ധതിയിട്ടിരുന്നു. ഉപകരണം പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. നടിയും ഫാഷൻ ഡിസൈനറുമായ പവിത്ര ഗൗഡ ദർശനുമായി 10 വർഷമായി ബന്ധം പുലർത്തി വരുന്നതായി പോലീസ് പറഞ്ഞു. ഇവർക്ക് ഭർത്താവും മകളുമുണ്ട്. കഴിഞ്ഞ ജനുവരിയിൽ പവിത്ര ഗൗഡ മകളുടെ വിവാഹത്തോടനുബന്ധിച്ച് ചലഞ്ചിങ് സ്റ്റാർ എന്നറിയപ്പെടുന്ന ദർശനുമായി 10 വർഷത്തെ ബന്ധം എന്ന പേരിൽ ദർശനുമായുള്ള ബന്ധം വെളിപ്പെടുത്തി ഇൻസ്റ്റഗ്രാമിൽ റീൽ പോസ്റ്റ് ചെയ്തിരുന്നു. ഇതിനെ വിമർശിച്ച് ദർശന്റെ ഭാര്യ വിജയലക്ഷ്മി പവിത്രയും അവരുടെ ഭർത്താവുമൊത്തുള്ള ചിത്രങ്ങൾ സാമൂഹ്യ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തു. ഇതോടെ പവിത്രയ്ക്ക് നേരെയുള്ള ദർശന്റെ ആരാധകരുടെ ക്ഷോഭം സാമൂഹ്യ മാധ്യമത്തിൽ നിറഞ്ഞു. തുടർന്ന് ചിത്രദുർഗ വെങ്കടേശ്വര ലേഔട്ട് സ്വദേശിയും ദർശന്റെ കടുത്ത ആരാധകനുമായ രേണുകാസ്വാമി പവിത്രയെക്കുറിച്ച് സാമൂഹ്യ മാധ്യമത്തിൽ മോശം കമന്റ് ഇട്ടു. പവിത്ര ദർശനെയും ഭാര്യ വിജയലക്ഷ്മിയും അകറ്റുന്നെന്ന് ആരോപിച്ചായിരുന്നു ഇത്. പവിത്രയെക്കുറിച്ച് രേണുകാസ്വാമിയുടെ മോശം കമന്റുകൾ നിരന്തരം വരാൻ തുടങ്ങിയതോടെ ഇദ്ദേഹത്തെ വകവരുത്താൻ പവിത്ര തീരുമാനിക്കായിരുന്നുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അതിനിടെ കൊല ചെയ്തിട്ട് ഈ കുറ്റം ഏറ്റെടുക്കാൻ ടാക്സി ഡ്രൈവറെ വരെ നിർബന്ധിച്ചിരുന്നു. എന്നാൽ ഡ്രൈവറായ രവിശങ്കർ അതിന് വിസമ്മതിച്ച് ടാക്സി വാടകയും വാങ്ങി ജീവനും കൊണ്ട് ഓടുകയായിരുന്നു. രവി പറയുന്നത് അനുസരിച്ച് കൊല്ലപ്പെട്ട രേണുകാസ്വാമി കാറിൽ കയറിയപ്പോൾ തന്നെ കാത്തിരിക്കുന്ന ദുരന്തമാണെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. രേണുകാസ്വാമിയെ ബലമായല്ല കാറിൽ കയറ്റി കൊണ്ടുവന്നത്. മറ്റുള്ളവർ തങ്ങൾക്കൊപ്പം ചേരാൻ സ്വാമിയെ വഴിപ്പെടുത്തുകയായിരുന്നു. ദർശന്റെ കാമുകിയും നടിയുമായ പവിത്ര ഗൗഡയ്ക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ഇട്ട കമന്റുകൾക്ക് മാപ്പ് പറയാൻ എന്ന വ്യാജേനയാണ് ദർശന്റെ അടുത്തേക്ക് രേണുകാസ്വാമിയെ കൂട്ടിക്കൊണ്ടുപോയത്. ഡ്രൈവർ രവിശങ്കർ ചിത്രദുർഗയിൽ നിന്ന് ബംഗളൂരു വരെ രേണുകാസ്വാമിയെ എത്തിച്ചതുകൊണ്ട് കേസിൽപ്പെട്ടു. ആദ്യം രവി ഒളിവിൽ പോയെങ്കിലും പിന്നീട് ചിത്രദുർഗ ടാക്സി അസോസിയേഷന്റെ നിർദ്ദേശപ്രകാരം കീഴടങ്ങിയായിരുന്നു. രവി കീഴടങ്ങിയതോടെ പോലീസിന് പല പുതിയ വിവരങ്ങൾ കിട്ടി. ദർശന് വേണ്ടി ചിത്രദുർഗയിൽ ഫാൻ ക്ലബ്ബ് നടത്തിയിരുന്ന രഘു എന്ന രാഘവേന്ദ്രയാണ് രവി ഓടിച്ച ടാക്സി കാർ ഏർപ്പാടാക്കിയത്. ജൂൺ 8-നാണ് രഘുവും കൂട്ടരും സൗഹൃദ ഭാവേന രേണുകാസ്വാമിയെ ബംഗളൂരുവിലേക്ക് തട്ടിക്കൊണ്ടുപോയത്.